പി.വി. അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയെന്ന് ഇ.ഡി. കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ പി.വി. അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങൾ ഇ.ഡിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു പി.വി. അൻവറിന്റെ പ്രതികരണം. KFCയിൽ നിന്ന് 12.5 കോടി രൂപ വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇ.ഡിയുടെ അന്വേഷണം നടക്കുന്നത്. MK ഷുക്കൂർ വിവരങ്ങൾ നൽകും. ഷുക്കൂർ, എന്താണ് ഇ.ഡി നൽകുന്ന വിശദീകരണ കുറിപ്പിലുള്ളത്? ഇന്നലെ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെയാണ് കണ്ടെടുത്തത്? ദിവ്യ, അൻവറിന്റെ 2 കമ്പനികൾക്കായി ഒറ്റ ഇ.ഡി വസ്തുവിൽ 3 ലോണുകൾ നൽകി എന്നുള്ളതാണ് ഇ.ഡി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലങ്കുളം കൺസ്ട്രക്ഷനും PVR ഡെവലപ്പേഴ്സിനുമായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ മലപ്പുറം ബ്രാഞ്ചിൽ നിന്നും 15 കോടി രൂപ നൽകി. കുറഞ്ഞ ഇടവേളകളിലാണ് ഈ വായ്പകളെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. ഈ ലഭിച്ച വായ്പകളാകട്ടെ അൻവർ നിയമവിരുദ്ധമായി വകമാറ്റി എന്ന് ഇ.ഡി പറയുന്നു. ഒപ്പം കമ്പനികളുടെ ഓഹരി ഉടമകളും ഡയറക്ടർമാരുമെല്ലാം പേരിന് മാത്രമുള്ളതാണ്. നിലവിൽ പറയപ്പെടുന്ന ഉടമകൾ തന്നെ ബിനാമികളാണെന്നും സംശയിക്കുന്നുണ്ട്. PVR മെട്രോ വില്ലേജിലെ ചില നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണ്. വായ്പ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് KFC ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ച ഇ.ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം ഈട് വസ്തുക്കൾ KFCയുടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല. പരിശോധിച്ച വസ്തുക്കളുടെ തന്നെ മൂല്യനിർണ്ണയത്തിലും ക്രമക്കേട് ഇ.ഡി കണ്ടെത്തുകയാണ്. ഒപ്പം തന്നെ അൻവറിന്റെ ബിനാമികളുടെ നിന്ന് സംശയിക്കുന്ന 15 അക്കൗണ്ടുകൾ കണ്ടെത്തിയതായും ഇ.ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ശരി, എന്തായാലും അൻവറിന് ഇ.ഡിയുടെ കുരുക്ക് മുറുകുകയാണ്. ഇന്നലെ വിവിധയിടങ്ങളിലായി പരിശോധന നടത്തിയിരുന്നു. 14.5 മണിക്കൂർ നീണ്ട ഇ.ഡിയുടെ റെയ്ഡായിരുന്നു. അതിലാണ് ഇപ്പോൾ നിരവധി രേഖകളും അതുപോലെ തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയതിന്റെ വിവരങ്ങളുമൊക്കെ ഇപ്പോൾ ഇ.ഡി ശേഖരിച്ചിരിക്കുന്നത്. എന്നാലും വലിയ രീതിയിലുള്ള ക്രമക്കേട് ഇ.ഡിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ വിശദീകരണ കുറിപ്പിലുമുണ്ട്. MK ഷുക്കൂർ തുടരുന്നുണ്ട്. ഷുക്കൂർ, എന്തായാലും ഇനിയിപ്പോൾ അടുത്ത നടപടിയിലേക്ക് ഇ.ഡി ഉടൻ തന്നെ കടന്നേക്കുമോ? ഇ.ഡി നൽകിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത് ഇ.ഡി പിടിച്ചെടുത്ത രേഖകൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ്. അതായത് അൻവറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇ.ഡിക്ക് ലഭിച്ചത് ഡിജിറ്റൽ രേഖകളും ഒപ്പം തന്നെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും ചില കരാറുകളുടെ കോപ്പികളും എല്ലാം തന്നെ ഇ.ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിശദ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമായിരിക്കും ഇ.ഡിയുടെ അടുത്ത നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അൻവറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടോ മറ്റുള്ള വിവരങ്ങൾ ഇ.ഡി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നില്ല. മറിച്ച് ഈ രേഖകളും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളും എല്ലാം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. അന്വേഷണം തുടരുകയാണ് എന്ന ഒരു വിവരമാണ് ഇ.ഡി കൈമാറുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞു കൂടി ചേരുന്നുണ്ട്. ജംഷീർ, എന്തായിരുന്നു ഇ.ഡിയുടെ ഈ പരിശോധനയിലേക്ക്, ഈ റെയ്ഡിലേക്ക് ഇടയാക്കിയ പരാതി? ഒപ്പം ഇനി തുടർ നീക്കം ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇന്നലെ എവിടെയൊക്കെയായിരുന്നു പ്രധാനമായും പരിശോധന നടന്നത്? ദിവ്യ, പി.വി. അൻവറിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സഹായിയുടെ വീട്ടിലും ഒപ്പം ഈ മഞ്ചേരിയിലെ പാർക്കിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലടക്കം ഈ ഇ.ഡി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഈ ലോൺ എടുത്തതുമായി ഈ KFCയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അന്വേഷണം വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. ഈ വിജിലൻസ് പരാതി എടുത്തതിന് തൊട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇ.ഡിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം വരുന്നത്. ഇ.ഡി ഇന്നലെ രാത്രി ഏറെ വൈകിയും, അതായത് രാവിലെ 7 മണിയോട് തുടങ്ങിയ പരിശോധന രാത്രി ഏറെ വൈകിയും തുടരുന്നു. 9:30 ഇ.ഡി സംഘം മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഇ.ഡി കണ്ടെത്തിയിരിക്കുന്ന വിഷയം അൻവറിന്റെ 2 കമ്പനികൾക്കായി ഒറ്റ ഇ.ഡി വസ്തുയിൽ 3 ലോണുകൾ KFCയിൽ നൽകി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഈ മലങ്കുളം കൺസ്ട്രക്ഷൻ, PVR ഡെവലപ്പേഴ്സ് എന്നീ കമ്പനികൾക്കായി KFCയിൽ നിന്ന് 15 കോടിയോളം ഈ കുറഞ്ഞ ഇടവേളകളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വായ്പാ തുക നൽകിയത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതോടൊപ്പം തന്നെ വായ്പയായി ലഭിച്ച തുക വകമാറ്റി അൻവർ ചിലവഴിച്ചു എന്നുള്ളതും ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കമ്പനികളുടെ ഓഹരി ഉടമകൾ, ഡയറക്ടർമാർ, അവർ പേരിന് മാത്രമുള്ളവരാണ്, ബിനാമികളാണ്. യഥാർത്ഥ ഉടമസ്ഥൻ താനാണ് എന്ന് പി.വി. അൻവർ ഇ.ഡിയോട് അംഗീകരിച്ചു, അല്ലെങ്കിൽ ഇ.ഡിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ 15 ബാങ്ക് അക്കൗണ്ടുകളും ബിനാമികളുടേതെന്ന് സംശയിക്കുന്ന 15 ബാങ്ക് അക്കൗണ്ടുകളും ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് KFCയിൽ നിന്ന് പി.വി. അൻവറിന് ലോൺ നൽകിയിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പി.വി. അൻവറിന് കുരുക്ക് മുറുകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇ.ഡിയുടെ അന്വേഷണം പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അത് തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നൽകിയിരുന്നു. താൻ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട തിരിച്ചടവുകൾ മുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്നുള്ളത്. 9 കോടി ലോൺ എടുക്കുകയും 6 കോടിയോളം തിരിച്ചടക്കുകയും ചെയ്തു എന്നുള്ള ഒരു വിശദീകരണമായിരുന്നു PV അൻവർ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയിരുന്നത്. പക്ഷേ EDയുടെ ഈ വിവരങ്ങൾ അനുസരിച്ച് അതല്ല, അതിനപ്പുറത്തേക്ക് ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ EDയിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. 2-3 കാര്യങ്ങൾ ഒന്നും കൂടി PVR മെട്രോയിൽ നടത്തിയ പരിശോധനകളിൽ സ്കൂളുകൾ, അമ്യൂസ്മെന്റ് പാർക്ക്, റിസോർട്ട്, വില്ല പ്രൊജക്ടുകൾ, അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ വിപുലമായ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഇതിൽ പലതും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതാണ് എന്നുള്ളത് കൂടി ED കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ പ്രധാനമായും വായ്പ ലഭിച്ച പണം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ED കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് PV അൻവറിന്റെ പ്രതികരണം കൂടി വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ നമുക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് PV അൻവർ തന്നെയാണ് എന്നുള്ളതാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ കൂടി, അതായത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചു രേഖകൾ കൂടി PV അൻവറിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകൾ കൂടി കിട്ടുന്ന പുറക്കായിരിക്കും ഒരു പക്ഷേ ED മറ്റു നടപടികളിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.